ഹായ് ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് NCERT എക്സംപ്ലറിലതാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഏജ് പ്രോബ്ലംസ് മിക്കപ്പോഴും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വരാറുണ്ട്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇതാണ് ക്വസ്റ്റൻ. ഇഫ് സെബ വെയർ യങ്കർ ബൈ 5 years than what she really is, then the square of her age would have been 11 more than 5 times her actual age. What is her age now? This is the question. അപ്പോൾ സെബ ഇപ്പോൾ ഉള്ള ഏജിനേക്കാൾ 5 year യങ്ങർ ആയിരുന്നു, യങ്ങർ മീൻസ് കുറച്ച് കുറവായിരുന്നു എങ്കിൽ അവളുടെ ആ സമയത്ത് ഏജ് എത്രയാകുമെന്നാണ് പറയുന്നത്? 11 more than 5 times ഹെർ ആക്ച്വൽ ഏജ്. ആക്ച്വൽ ഏജിൻ്റെ 5 ടൈംസിനേക്കാൾ 11 കൂടുതലായേനെ എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹെർ ഏജ് നൗ? അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? ആക്ച്വൽ ഏജ് ആണ്. ഓക്കെ, അപ്പോൾ അറിഞ്ഞുകൂടാത്തതിന് വേരിയബിൾ കൊടുക്കുക. ഒരു വേരിയബിൾ ലെറ്റ് ഹെർ ആക്ച്വൽ ഏജ് ബി എക്സ് ഇയേഴ്സ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വേരിയബിൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞു? നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് ആ കണ്ടീഷൻ പെട്ടെന്ന് കിട്ടും. 5 year യങ്കർ ആയിരുന്നു എങ്കിൽ, അപ്പോൾ ആസ് പെർ ദ കണ്ടീഷൻ ഓർ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഓർ ഗിവൺ ദാറ്റ് എന്തെഴുതിയാലും മതി. ആസ് പെർ ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കണ്ടീഷൻ എഴുതി അങ്ങ് പോകാം. ഓക്കെ, യങ്കർ ആയിരുന്നു എങ്കിൽ, ദാറ്റ് മീൻസ് X-5 ആയിരുന്നു എങ്കിൽ ആ ഏജിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ആക്ച്വൽ ഏജിൻ്റെ 5 times. അപ്പോൾ 5x അതിനേക്കാൾ 11 കൂടുതലായേനെ. 5x + 11. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ വി ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദാറ്റ് ഈസ് x² - 10x + 25 - 5x - 11 = 0. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് x², ഇത് രണ്ടും ആഡ് ചെയ്യാമല്ലോ, -15x + 25. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ -15. 25 - 11 എത്ര വരും? 14 അല്ലേ? യെസ്, 14 = 0. റൈറ്റ്, x² - 15x + 14 = 0. സോ നമുക്ക് ഈസി ആയിട്ട് ഇത് ഫാക്ടറൈസ് ചെയ്യാം. പ്രോഡക്റ്റ് +14 സം -15 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? -1 -14. നോക്കൂ, പ്രോഡക്റ്റ് പ്ലസും സം മൈനസും വന്ന രണ്ട് നമ്പേഴ്സും ഫാക്ടേഴ്സ് രണ്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് x - 1 × x - 14 = 0. സോ വി ഗെറ്റ് x = 1 or x = 14. അപ്പോൾ രണ്ടും പോസിറ്റീവ് നമ്പേഴ്സാണ് വന്നിട്ടുള്ളത് അല്ലേ? ആക്ച്വലി ഇത് ഒരാളിൻ്റെ വയസ്സാണ്. x = നമ്മുടെ ആക്ച്വൽ ഏജ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ 1 പോസിബിൾ അല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ഇത് ആക്ച്വൽ ഏജ് ആണ്. അപ്പോൾ 5 years ബാക്ക് എന്ന് പറയുമ്പോൾ ഈ x = 1 നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? കുട്ടി ജനിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും x = 4 ആണ്. സോ ആക്ച്വൽ ഏജ് = 14 years. കൺക്ലൂഷൻ ഒന്നും കൂടെ എഴുതണം കേട്ടോ. ഇതാണ് θ + cot θ = P. Then prove that cos θ = P² - 1/P² + 1. Okay, P is directly given as cosec θ + cot θ. ജസ്റ്റ് പിയുടെ പ്ലേസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി, പെട്ടെന്ന് കിട്ടും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം. സോ P² - 1/P² + 1 നമ്മൾ cos θ ഈക്വൽ ആണെന്ന് കാണിക്കാം. ഇത്രയല്ലേ ഉള്ളൂ. P cosec θ + cot θ the whole square -1, right, divided by cosec θ + cot θ the whole square + 1. ഇത് cos θ ഈക്വൽ ആണ്. ഓക്കെ, ജസ്റ്റ് എക്സ്പാൻഡ് a + b the whole square ആണെന്ന് മനസ്സിലായല്ലോ. ദറ്റ് ഈസ് cosec² θ + 2ab, 2 × cosec θ × cot θ + cot² θ -1 ഡിവൈഡഡ് ബൈ, ഇവിടെ അതേപോലെ എക്സ്പാൻഡ് ചെയ്യുക, cosec² θ + 2 cosec θ cot θ + cot² θ + 1. റൈറ്റ്, ഇനി എന്ത് ചെയ്യുക? ഇവിടെ നോക്കൂ, നമ്മൾ ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഈ ഐഡൻറ്റിറ്റി 1 + cot² θ = cosec² θ ഇത് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 1 + cot² θ cosec² θ. So what is cot² θ? cosec² θ. ഈ 1 ഇപ്പുറത്ത് വരില്ലേ? നോക്കൂ, cot² θ = cosec² θ - 1.
അപ്പോൾ ഇവിടെ നോക്കൂ, കൊസീക് സ്ക്വയർ തീറ്റ -1 അതെന്താകും? കോട്ട് സ്ക്വയർ ആകും. കൊസീക് സ്ക്വയർ തീറ്റ -1 ദാറ്റ് ഇസ് 1 കോട്ട് സ്ക്വയർ. ഇവിടെ ഒരു കോട്ട് സ്ക്വയർ ഇല്ലേ? അപ്പോൾ 2 കോട്ട് സ്ക്വയർ തീറ്റ റൈറ്റ് പ്ലസ് 2 കൊസീക് തീറ്റ കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ നോക്കൂ, കോട്ട് സ്ക്വയർ തീറ്റ +1 ഇസ് ദാ കൊസീക് സ്ക്വയർ തീറ്റ. ഇവിടെ ഒരു കൊസീക് ഇല്ലേ? അപ്പോൾ 2 കൊസീക് സ്ക്വയർ തീറ്റ ആയി പ്ലസ് 2 കൊസീക് തീറ്റ കോട്ട് തീറ്റ. ഇതെല്ലാം പണി അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെയും കോട്ട് സ്ക്വയർ തീറ്റ +1 പ്ലസ് ഇത് കൊസീക് സ്ക്വയർ ആകും, ഇതും കൊസീക് സ്ക്വയർ. സോ വി റൈറ്റ് 2 കൊസീക് സ്ക്വയർ തീറ്റ പ്ലസ് 2 കൊസീക് തീറ്റ കോട്ട് തീറ്റ. അത് ഓൾറെഡി ഇതാണ്. ഓക്കെ, ഇനി ഇത് രണ്ട് ടേമിലും 2 കോമൺ ഇല്ലേ? സോ 2 കോമൺ ഉണ്ട്, കോട്ട് തീറ്റ ഓൾസോ കോമൺ ഉണ്ട്. 2 കോട്ട് തീറ്റ കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഒരു കോട്ട് തീറ്റ പ്ലസ് കൊസീക് തീറ്റ ഡിവൈഡഡ് ബൈ, ഡിവൈഡ് ബൈ, ഇവിടെയും 2ഉം കൊസീക് തീറ്റയും കോമൺ ഉണ്ട്. 2 ഇൻറ്റു കൊസീക് തീറ്റ കോമൺ എടുക്കുമ്പോൾ വി ഗെറ്റ് കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ. ഓക്കെ, എന്താ ചെയ്തത്? ഈ രണ്ട് ടേമിലും 2 ആൻഡ് കോട്ട് തീറ്റ കോമൺ എടുത്തു. അപ്പോൾ കോട്ട് തീറ്റ പ്ലസ് കൊസീക് തീറ്റ. ഇവിടെ രണ്ട് ടേമിലും കൊസീക്കും 2 കൊസീക് തീറ്റ കോമൺ എടുത്തു. സോ വി ഗെറ്റ് ദിസ് ക്യാൻസൽഡ്. ഇനി 2 ഗെറ്റ് ക്യാൻസൽഡ്, കോട്ട് തീറ്റ ബൈ കൊസീക് തീറ്റ എന്ന് കിട്ടി. ഇനി കോട്ട് തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് ബൈ സൈൻ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കൊസീക്കിന് പകരം 1 ബൈ സൈൻ. ഓക്കെ, ദെൻ ടേക്ക് ദ റെസിപ്രോക്കൽ ഓഫ് സൈൻ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഇൻറ്റു 1 ബൈ സൈൻ തീറ്റ, അല്ല സോറി, ഇൻറ്റു സൈൻ തീറ്റ ബൈ 1. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഗെറ്റ് ക്യാൻസൽഡ്, വി ഗെറ്റ് ആൻസർ കോസ് തീറ്റ. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ p² -1 ബൈ p² + 1 എന്തായിട്ട് വന്നു? കോസ് തീറ്റ. വെരി സിമ്പിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രൂഫ് ക്വസ്റ്റ്യനായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.